ഇപ്പോൾ റിപ്പോർട്ടർ MD ആന്റോ അഗസ്റ്റിൻ തന്നെ നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. വെരി ഗുഡ് ഈവനിങ് ശ്രീ ആന്റോ അഗസ്റ്റിൻ. വലിയ ചോദ്യങ്ങളുണ്ട്. പ്രേക്ഷകരെല്ലാം തന്നെ ആകാംക്ഷയോടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയായിരുന്നു. പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് നിർണായകമായ കൂടിക്കാഴ്ചകളിൽ പങ്കെടുത്താണ് താങ്കൾ വന്നിരിക്കുന്നത്. AFCയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അങ്ങനെ മത്സരത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണല്ലേ? അതെ വിനീത, വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ ഇന്നലെ സൗദിയിലായിരുന്നു. സൗദിയിൽ ബഹ്റൈൻ രാജാവാണ് AFCയുടെ പ്രസിഡൻറ്റ്, ഏഷ്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് അദ്ദേഹമാണ്. ഏഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും പ്രസിഡന്റുമാർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. എല്ലാ പ്രസിഡന്റുമാരുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഫെഡറേഷൻ്റെ പ്രസിഡന്റ് കല്യാൺ ചൗബെ അതിനകത്തുണ്ടായിരുന്നു. ഓസ്ട്രേലിയയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഖത്തർ, സൗദി, ബഹ്റൈൻ, ദുബായ് എല്ലാ രാജ്യങ്ങളുടെയും ഫുട്ബോളിൻ്റെ ഫെഡറേഷൻ്റെ പ്രസിഡന്റുമാരുണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാനും ഈ ബന്ധപ്പെട്ട നമ്മുടെ നാട്ടിൽ മാത്രമാണ് വരുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം പ്രസിഡന്റുമാർക്ക് കേരളത്തിൽ ഇൻ്റർനാഷണൽ മത്സരം കളിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് അവരെല്ലാം ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുകയും എന്തായി, ഒരുക്കങ്ങൾ എന്തായി, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം അവരന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇതുവരെ ഒരു ഫ്രണ്ട്ലി മാച്ച് കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഫിഫ വിൻഡോയിൽ നടക്കുന്ന ആദ്യത്തെ ഫ്രണ്ട്ലി മാച്ചാണിത്. അപ്പം അതിന് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ ആവശ്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അല്ല. കാരണം അത്രയധികം ഒരുക്കങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ അർജൻറ്റീനയും ഓസ്ട്രേലിയയും കൊണ്ടുവന്ന് കളിച്ചാൽ മതി, കുറച്ച് പണം അവർക്ക് രണ്ടുപേർക്കും കൊടുത്താൽ അവരൊന്ന് കളിക്കും എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണ് പറഞ്ഞ് പരത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദൗത്യമാണ്. കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിലൊരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കേരളത്തിൽ നടത്താൻ തീരുമാനിച്ച സമയത്ത് അന്ന് തുടങ്ങിയ അധ്വാനമാണ്. ഞാൻ ഇന്നലെ അതിൻ്റെ AFCയുടെ മീറ്റിംഗ് പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടാണ് അവർ നമ്മളോട് സമീപിച്ചിട്ടുള്ളത് അതിനെ. കാരണം ഇന്ത്യയിലൊരു ഫിഫയുടെ നേതൃത്വത്തിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് നടത്താൻ വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ഇത്രയും വലിയ ഏകദേശം 135 കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇതുവരെ ഒരു ഫ്രണ്ട്ലി മാച്ച് ഫിഫയ്ക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് തന്നെ നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു മോശമാണ്. അപ്പോൾ അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് മത്സരമാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ലോകകപ്പ് നേടിയ ടീം ഉൾപ്പെടെ എത്തുന്നു. ഒരു സത്യത്തിലൊരു വലിയ മത്സരം എന്ന് തന്നെ നമ്മൾ പറയണം. അതായത് ലോക നിലവാരത്തിലുള്ള ഒരു മത്സരം തന്നെയാണെന്ന് പറയണം. അപ്പോൾ ഇതിൽ ഫിഫയുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ മത്സരത്തിന്റെ നടപടിക്രമം? കാരണം പലർക്കുമുള്ള സംശയമാണ് ഇപ്പോഴും അത്. ഞാൻ ആദ്യം തുടങ്ങി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു മെസ്സി വരുന്ന ഒരു മാച്ച് മാത്രമല്ല. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മെസ്സി മാത്രമായിട്ടൊരു മാച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ, അല്ല മെസ്സിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടൊക്കെ സംസാരിച്ചാൽ മാത്രം മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കേരളത്തിൽ നടത്തുക എന്നുള്ളതാണ്. അതിനകത്ത് ആദ്യത്തെ ഒരു സ്പോൺസർ പിന്മാറിയതിന് ശേഷം നമ്മളാണ് അതിൻ്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തത്. അന്ന് തുടങ്ങിയ ജോലിയാണ്. അപ്പോൾ അന്ന് തുടങ്ങി നമ്മൾക്കറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരാൾക്ക് പോലും അതിൻ്റെ എന്താണ് അതിൻ്റെ നടപടിക്രമം എന്നറിയില്ല. കാരണം അങ്ങനെ ഒരു ഫ്രണ്ട്ലി മാച്ച് ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്.